റൂമിലിരുന്ന് മടുത്ത് പണ്ടാരടങ്ങി. പുറത്ത് ചൂടെങ്കിൽ ചൂട്, രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെയാണ്. അങ്ങനെ മോളെയും തൂക്കിയെടുത്ത് മെട്രോയിൽ ആദ്യത്തെ മെട്രോ യാത്ര ധൈര്യം സംഭരിച്ച് അങ്ങ് ഇറങ്ങി. മെട്രോയിൽ അവൾ കുരുത്തക്കേടൊന്നും കാണിക്കാതെ അടിപൊളിയായിട്ട് നിന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ചൂടിനല്പം ശമനമുണ്ട്. അങ്ങനെ നമ്മൾ ദേരയിലേക്ക് എത്തിയിട്ടുണ്ട്. റോഡിനടിയിലുള്ള തുരങ്കത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ പണ്ടാരത്തിനൊന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നേ ഉണ്ടായിട്ടോ, അത്രയ്ക്ക് ചൂടാട്ടോ. അങ്ങനെ നമ്മൾ അബ്രയിലേക്ക് എത്തി. ഒരു ദറംസ് കൊടുത്തു കഴിഞ്ഞാൽ അക്കരയ്ക്കും ഇക്കരയ്ക്കും കൊണ്ടുവിടാൻ പറ്റിയ കുറേ തോണികൾ നമ്മളെയും കാത്തുവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. എൻ്റെ എല്ലാ ക്രൈമിനും ഒപ്പരം കൂടി നിൽക്കുന്ന, എൻ്റെ എല്ലാ കുരുത്തക്കളെയും സപ്പോർട്ട് ചെയ്യുന്ന മൈ ഫേവറേറ്റ് ബ്രദർ ആൻഡ് മൈ ക്രൈം പാർട്ട്ണർ ഋഷിയേട്ടൻ തന്ന ധൈര്യത്തിൻ്റെ പുറത്താട്ടോ അവിടെ നിന്ന് മെട്രോയും പിടിച്ച് ഞാനിങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും വന്നത് വെറുതെ ആയില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. മുന്നേ ഞാനൊരു 3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ പീഹുമോൾക്ക് ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ദുബായിയുടെ സൗന്ദര്യം വൈകുന്നേരം ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ട് ഈ UAE-യിലില്ല. ഇവിടുത്തെ ഈ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുള്ള റീസൺ. ബാബുരാജിൻ്റെ ഉമ്പായിയുടെ ഏതെങ്കിലും ഒരു ഗാനം എടുത്തിട്ട് ഹെഡ്സെറ്റും വെച്ച് ഇതിലങ്ങ് ഇരുന്ന് പോകുമ്പോഴുണ്ടാകുന്ന സുഖമുണ്ടല്ലോ, എൻ്റെ പൊന്നു മക്കളെ, വേറെ എവിടെ അത് കിട്ടാൻ പോകുന്നില്ല. ചിലപ്പോൾ നോസ്റ്റ് ഒഴിച്ച് പണ്ടാരടങ്ങി പോകും. ഇതൊരു കടലിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു കൈവഴിയാട്ടോ. ഇതിലൂടെ ഇറാൻ കപ്പലുകളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനടിയിലൂടെയാണ് ഷിൻഡക ടണൽ പോലുള്ള വലിയ തുരങ്കങ്ങൾ പോകുന്നത്. ഈ ദുബായിക്കൊരു പ്രത്യേകതയുണ്ട്, ഇറ്റ്സ് എ മാജിക്കൽ വേൾഡ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഇതെങ്ങനെ എന്ന് തോന്നിയിട്ട് മൂക്കത്ത് കൈ വെച്ചിട്ടുണ്ട് ഞാൻ. കണ്ടുപിടുത്തങ്ങളുടെയും നിർമ്മിതികളുടെയും ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലാണ് ഈ ദുബായിലുള്ള ഓരോ കാര്യങ്ങളും. ബർദുബായിയെയും ദേരയെയും വേർതിരിക്കുന്ന ഒരു ചെറിയ കടലെടുക്കാട്ടോ ഇത്. പണ്ട് കാലം മുതൽക്കേ ഒത്തിരി കടൽ വ്യാപാരങ്ങൾ നടന്നൊരു സ്പോട്ടാണിത്. പഴയ കാലത്തെ ആൾക്കാരുടെ ആ രീതികൾ അവരിപ്പോഴും പിന്തുടരുന്നുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാം, ആ ഒരു പഴമ ടച്ച് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി അല്പദൂരം മുന്നോട്ട് നടന്നിട്ട് വേണം അടുത്ത അബ്രയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. പൂഴി കൊണ്ടുണ്ടാക്കിയ ഒരു അമേസിങ് ആർട്ടാണ് കേട്ടോ ഇത്. എന്ത് രസം ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഉണ്ടാക്കാൻ ഇവർ എത്ര സമയം എടുത്തിട്ടുണ്ടാവും. ഇതൊരിക്കലും ഒരു മെഷീൻ വർക്കൊന്നുമല്ല, നമ്മൾ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം, നമുക്ക് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം കേട്ടോ. ഈ അബ്ര എന്നൊരു വേർഡ് അറബിയിൽ നിന്നുള്ളതാണ്. ഈ അറബിയിൽ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കുക എന്നാണ്. അപ്പം നമ്മൾ അടുത്ത തോണിയിൽ ഏറ്റവും പിറകുവശത്താണ് ഇരുന്നത്. കാരണം നമ്മൾ മുമ്പിലുള്ള കാഴ്ചകളൊക്കെ ഒരുവിധം ആസ്വദിച്ചു. ഇനി പിറകുവശത്ത് ഇരുന്നിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ ആവണമല്ലോ. ഇനി നേരെ പോകുന്നത് ഗോൾഡ് സൂക്കിലേക്കാട്ടോ. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരത്ത് ഈ നഗരത്തിന് വല്ലാത്തൊരു ഭംഗിയാണെന്ന്. അറബി നാട്ടിലെ സ്വർണ്ണത്തട്ടിലേക്കുള്ള യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.